കിളിയും കിളിക്കൂടും ഒരു ക്ലേ സ്റ്റാൻഡും എന്റെ അടിയിൽ സിമെന്റ് ആണ്. സിമെന്റ് ആണല്ലേ? സിമെന്റിന്റെ ശരിക്കും കണ്ടുകഴിഞ്ഞാൽ കറക്റ്റ് കല്ലിൽ ഇങ്ങനെ തീർത്ത് വെച്ചേക്കുന്നത് പറയത്തേ ഇല്ല. മഹാഗണി വുഡാണ് അതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. മാന്റെ ഒരു ഫേസ് അതിപ്പോ ഇങ്ങനെ ഒരു ഇതിൽ കൊടുത്തിട്ട് ടേബിളിൽ വെക്കാനായിട്ട് ക്യാൻഡിലും ഇതും വെച്ചിട്ട് സെറ്റ് ചെയ്യാനുള്ള ഇതാണ്. ഞാൻ ചെയ്യുന്ന ഇവന്റ്സിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എല്ലാ ഇവന്റ്സിലേക്കുള്ള പ്രോഡക്ട്സും ഞാൻ ഉണ്ടാക്കുകയാണ് ചെയ്യണത്. അല്ലാണ്ട് ഇപ്പൊ റെന്റിന് എടുക്കേണ്ട വളരെ കുറച്ച് സാധനങ്ങളുള്ളൂ. പിന്നെ കാണിച്ചതിന്റെ ഹാൻഡ് ബാഗ് ടൈപ്പിലുള്ള സാധനങ്ങളാണ്. നമുക്ക് ഫ്ലവറും നമുക്ക് ക്രിസ്മസിന് വേണ്ടിയിട്ട് ചെടിയും ഫ്ലവറൊക്കെ വയ്ക്കാം. ഇതൊക്കെ ഞാൻ നമസ്കാരം, കേരള ടോക്സിലേക്ക് സ്വാഗതം. സ്ത്രീകൾ പൊതുവെ കടന്നു വരാത്തൊരു മേഖലയാണ് മരപ്പണി, ആശാരപ്പണി എന്നൊക്കെ ഉള്ളത്. എന്നാൽ മരപ്പണിയിൽ ഇപ്പോൾ കരകൗശലങ്ങൾ അല്ലെങ്കിൽ കൗതുകം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടമ്മേനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. എറണാകുളം വൈറ്റ്ല സ്വദേശിയായ പിങ്കി ചേച്ചിയാണ്. ചേച്ചിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അപ്പം നമ്മൾ പറഞ്ഞ പിങ്കി ചേച്ചി ഇതാണ്. ചേച്ചിയാണ് നമ്മുടെ തടിയില് കരകൗശല വസ്തുക്കൾ നിർമ്മിച്ച് അത് ചേച്ചി പുറത്ത് വിൽക്കാൻ കൊടുക്കുന്നുണ്ടല്ലേ? ഓർഡർ അനുസരിച്ച് വിൽക്കാൻ കൊടുക്കുന്നുണ്ട്. ചേച്ചി എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെട്ടത്? പൊതുവെ സ്ത്രീകൾ ഇങ്ങനെ ഒരു മേഖലയിലേക്ക് എത്തുന്നത് കുറവാണ്. ചേച്ചിയാണ് ഇങ്ങനെ ഒരു കാര്യം കാണിച്ചു കൊടുത്തേക്കുന്നത്. എങ്ങനെ എത്തിപ്പെട്ടത്? ഇത് ഞാൻ ഇങ്ങനെ എനിക്ക് മരത്തിന്റെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഭംഗിയുള്ള മരത്തിന്റെ ഓരോരോ വീട്ടിൽ വെക്കാവുന്ന ഹോം പ്രൊഡക്ട്സ്. അപ്പൊ ഞാൻ ഈ വീട് പുതിയ വെച്ചപ്പോൾ എനിക്ക് അങ്ങനെ കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് വെക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി അന്വേഷിച്ച് പോയപ്പോൾ അപ്പൊ എനിക്ക് തോന്നി എന്തുകൊണ്ട് എനിക്ക് അത് ചെയ്തുകൂടാന്നുള്ളൊരു ഐഡിയ അപ്പോഴാണ് തോന്നിയത്. അപ്പൊ അങ്ങനെ മെഷീനെ പറ്റിയിട്ടൊക്കെ നെറ്റിലൊക്കെ കുറെ സെർച്ച് ചെയ്ത് അതിനെ പറ്റിയിട്ടൊക്കെ ഒരു സ്റ്റഡി ചെയ്ത് പിന്നെ ഒരു ഇത് മേടിച്ചൊരു ജിക്സോ മെഷീൻ മേടിച്ച് കട്ട് ചെയ്തു. പിന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് കൂടി ക്രൈസ് ആയില്ലേ? ക്രൈസ് ആയി ചെയ്യണം. അങ്ങനെ ഈ ഒരു മേഖല എത്തിപ്പെട്ടു. ഇപ്പം ചേച്ചി നിന്ന് വരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതെ അതെ. ഇത്ര വസ്തുക്കൾ, ഈ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കിയത് പുറത്ത് കടയിൽ വിൽക്കുകയാണല്ലേ? കടയിലേക്കല്ല, എനിക്ക് കസ്റ്റമേഴ്സ് എനിക്ക് ഓർഡർ തരും. പല സാധനങ്ങളായിരിക്കും. പൊതുവെ എന്തൊക്കെയാ ഓർഡർ ചെയ്യാറുള്ളത്? വീട്ടിൽ വെക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ, നെയിം ബോർഡുകളും പിന്നെ എന്താ പറയാ അങ്ങനെ ഹോം ഡെക്കർ പ്രോഡക്ട്സ് തന്നെയാണ് കൂടുതലും ഓർഡർ വരുന്നത്. അപ്പൊ ഈ നെയിം ബോർഡൊക്കെ ആണെങ്കിൽ അത് ഒരു പലകയിലല്ലേ തീർക്കുന്നത്? ഒരു പലകയില് ആ ഒരു പേര് അതിന് സ്പെഷ്യൽ മെഷീൻസ് ഒക്കെ കാണുമായിരിക്കുമല്ലോ. അങ്ങനെ കാർവിംഗ് ഒക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പുറത്ത് കൊടുക്കാനും ചെയ്യണത്. കാർവിംഗ് പുറത്താണ് അങ്ങനെ മെഷീനിൽ ചെയ്യും. ബാക്കി എന്റെ കൈകൊണ്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. കൈകൊണ്ട് യൂസ് ചെയ്യുന്ന കാർവിംഗ് ഞാൻ പഠിക്കാനുള്ള ഇതിലാണ് എന്റെ ഒരു. എനിക്ക് അതിന്റെ മെഷീൻസ് ഉണ്ടെന്ന് തോന്നി. ഇപ്പം അങ്ങനെ അവൈലബിൾ ആണ്. അതെ അതെ, അത് അങ്ങനെയാണ് പുറത്തൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ ഒരു വലിയ വലിയ മെഷീൻസ് ഒക്കെ നമുക്കപ്പൊ അതിന്റെ അത്രയും ആവശ്യമില്ല. എനിക്ക് കൈകൊണ്ട് കാർവ് ചെയ്യുന്നതാണ് എനിക്ക് പഠിക്കാൻ ഇഷ്ടം. ചെറിയ മെഷീൻസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടോ തപ്പണം അല്ലേ? അതെ. അപ്പൊ വീട്ടിലൊക്കെ എങ്ങനെയാണ്? സപ്പോർട്ടാണ്? വീട്ടിലെല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. മക്കളും എല്ലാവരും സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണല്ലോ നമുക്ക് ഇങ്ങനെയൊക്കെ. ഇതിപ്പോ കുറച്ച് റിസ്ക് ഉള്ള ജോലിയാണല്ലോ. അതെ, കുറെ മെഷീൻസ് മറ്റേ ഉള്ളി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടോ അല്ലേ? ഉള്ളിയും എല്ലാം ഉണ്ട്. അങ്ങനെ കൂടുതൽ അങ്ങനെ ഉള്ളി വെച്ചിട്ടൊന്നല്ല ചെയ്യുന്നത്, എല്ലാം മെഷീനിലാണ്. പണ്ടത്തേതാണല്ലോ ഉള്ളി. ഇപ്പം ഇതൊക്കെ ഉള്ളതുകൊണ്ട് സൗകര്യമാണ്. പെട്ടെന്ന് പണിയും തീരും. അതെ, പണിയും തീരുന്നെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒന്നും കൂടെ സൗകര്യമാണ് നമുക്ക്. ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ കൈ കൊണ്ടാണ് അവരിങ്ങനെ സാൻഡിങ് ഇതൊക്കെ ചെയ്തിരുന്നത്. ഇപ്പൊ എല്ലാം മെഷീനും ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സൗകര്യമാണ്. ഇപ്പം ഇവിടെ ഫ്ലവേഴ്സ് കണ്ടു പുറത്തുനിന്ന്. ഇവിടെ ഫ്ലവേഴ്സ് ഒക്കെ എങ്ങനെയാ? ഫ്ലവർ ഞാൻ ഹോട്ടലിൽ റിസോർട്ടിലേക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീക്ക്ലി വൺസ്. അപ്പം അതും ചെയ്യുന്നുണ്ട്. പൊതുവെ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ചോദിച്ച ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഇതെന്തുവാ വസ്തു എന്തുവാ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്? ഉണ്ടാക്കി കൊടുത്തത് അങ്ങനെ പറയാൻ പറ്റില്ല. ഓരോരുത്തരും ഓരോരുത്തരും പ്രോഡക്ട്സ് ആണ് ചോദിക്കുക. നെയിം ബോർഡൊക്കെ ഒന്നും കൂടുതലും ഉള്ളത്. പിന്നെ ഫ്ലവർ ബോക്സസും ട്രേ അങ്ങനത്തെ ലാൻഡേൺസ് അങ്ങനെയൊക്കെയുള്ള. ലാൻഡേൺസ് അത് തടിയിൽ തന്നെ അതെ, തടിയിൽ തന്നെ ബൾബ് അങ്ങനെ ഫിക്സ് ചെയ്യാൻ ക്യാൻഡിൽ നമുക്ക് വെച്ചു കൊടുക്കാം.
വെക്കാൻ പറ്റും. നമ്മൾ കാണിക്കാൻ എന്തെങ്കിലും മോഡൽസ് ഉണ്ടോ? ഒന്നും ഇല്ലായിരിക്കല്ലേ? ഉണ്ടോ? മുകളിലുണ്ട്, വീട്ടിലാളിരിക്കുന്നത്. അപ്പൊ ഞങ്ങളൊരു എന്താ പറയുക, ഒരു ക്രിസ്മസിന്റെയും ന്യൂ ഇയറിന്റെ ഒക്കെ ഇവന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുള്ള ഞങ്ങൾ റെയിൻഡിയറാണ് നമ്മുടെ തീം. അപ്പൊ അതിനുള്ള മാനിന്റെ സാധനങ്ങളാണ് ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള കുറച്ച് ഞാൻ കാണിച്ചുതരാം. അപ്പൊ അതൊക്കെ ഇങ്ങനത്തെ കുറച്ച് ഇങ്ങനെയുള്ള കുറച്ച് മാനിന്റെ നമ്മള് സെന്റർ പീസാക്കി വെക്കാനായിട്ട് അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ മാന്റെ ഒരു ഫേസ് അത് ഇപ്പൊ ഇങ്ങനെ ഒരു ഇതിൽ കൊടുത്തിട്ട് ടേബിളിൽ വെക്കാനായിട്ട് ക്യാൻഡിലും ഇതും വെച്ചിട്ട് സെറ്റ് ചെയ്യാനുള്ള ഇതാണ്. ക്രിസ്മസ് വിപണിയിലേക്ക് ഇറക്കാൻ വേണ്ടി സെറ്റ് ഇതിന്റെ ഫുൾ അത് ഇതിലിപ്പോ വൈറ്റ് നമ്മൾ പെയിന്റ് കൊടുക്കും. പിന്നെ ഒരു ക്യാൻഡിൽ വരുമ്പോൾ കുറച്ച് ഗ്രീൻ ലീവ്സും ചെറീസ് ഒക്കെ കൊടുത്തിട്ട് മൊത്തം അത് ചെയ്ത് കഴിയുമ്പോഴേ അതിന്റെ ഒരു ഇത് അറിയില്ല. ജസ്റ്റ് അതിന്റെ ഒരു മാനിന്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. വേറെ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് വേറെ ഇത് മാത്രമേ ഉള്ളൂ? മാനിന്റെയാണ് ഇപ്പൊ കൂടുതലും നമ്മള് ഈ ഒരു ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സാധാരണ ഹാമ്പർ ചെയ്യാറുണ്ട്, ക്രിസ്മസ് ഹാമ്പർ. അതിപ്പോ ഈ ഒരു പ്രാവശ്യം ചെയ്യാൻ സമയം കിട്ടും തോന്നുന്നില്ല, കാരണം ഇതിന്റെ ഒരു തിരക്കിലാണ്. അതെ അതെ. പിന്നെ ഞാനൊരു ഇവന്റ് പുതിയൊരു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പോഷ് വ്യൂ ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് എന്റെ കസിനും ഞാനും കൂടെ. അപ്പൊ അതിന്റെ ഒരു ഇവന്റിന്റെ വർക്കാണ് ഇപ്പൊ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പുതിയ സംരംഭം കൂടെ തുടങ്ങിയിട്ടുണ്ട്. അതും കൂടെ പറയണത് തിരക്കിലായി. അതെ അതെ അതെ. പോഷ് വ്യൂ ഡിസൈൻ എന്നാണ് എന്റെ പേര്. അപ്പൊ ഈ 15th അത് ലോഞ്ച്. ഇപ്പൊ ഇവിടെ ഫ്ലവർ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി, ഇനി അവിടത്തേക്ക് കൊണ്ടുപോകാനായിട്ടുള്ളത് ചെയ്തോണ്ടിരിക്കുകയാണ്. അത് കേസ് ആണോ? ഇതൊരു ഓർഡറാണ്, ഒരു കസ്റ്റമറുടെ ആണ്. ചീസ് ബോർഡ് ക്രിസ്മസ് തീമില മാന്റെ ഒരു കൊമ്പോ പോലത്തെ. ഈ തവണത്തെ ടീം മാനാണല്ലേ? അതെ, മാന്റെ സാധനം ചെയ്തേക്കുന്നത്. അതെ. ഇതൊക്കെയാണ്. ഇതിൽ ഞാനൊരു ഹാൻഡ് ബാഗ് ടൈപ്പില് ചെയ്താണ്. ഇതാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഇവന്റ്സിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ എൻ്റെ എല്ലാ ഇവന്റ്സിലേക്കുള്ള പ്രോഡക്ട്സും ഞാൻ ഉണ്ടാക്കുകയാണ് ചെയ്യണത്. അല്ലാണ്ട് ഇപ്പൊ റെന്റിന് എടുക്കേണ്ട വളരെ കുറച്ച് സാധനങ്ങളുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട്, ഇപ്പൊ ഒരു ഇവന്റ് ചെയ്തത് കസ്റ്റമറിന്റെ പേര്, ഇപ്പൊ ബർത്ത്ഡേ ആണെങ്കിൽ അവർ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ ഒരു പേര് ഇതിൽ എഴുതി വരച്ചു കൊടുക്കും. അങ്ങനെ എല്ലാ പ്രോഡക്ട്സും വളരെ ഓരോന്നും യൂണീക്ക് ആയിട്ടുള്ള പീസാണ് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോ ഈ പോഷ് വ്യൂ ഡിസൈനിന്റെ ഇവന്റിൽ വെക്കാൻ പോകുന്നത്. ഇത് കൊള്ളാം, നല്ല രസമുണ്ട്. ഇത് ഭയങ്കര വെയിറ്റ് ഉണ്ടോ? വുഡാണല്ലോ. അപ്പൊ ഇതിൽ നമ്മൾ ഫ്ലവർ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ. ഇത് മീൻസ് ഏത് വുഡാ? ഇത് മഹാഗണി. കൂടുതൽ യൂസ് ചെയ്യണ മഹാഗണിയാണ് ഞാൻ. അപ്പൊ എനിക്ക് ആ ഷേപ്പ് ഒക്കെ കറക്റ്റ് കിട്ടുക അതിലായതുകൊണ്ട് മഹാഗണിയും തേക്ക് അങ്ങനത്തെ എല്ലാം യൂസ് ചെയ്യും. തേക്ക് പിന്നെ കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഇതാകുമ്പോൾ പിന്നെ എല്ലാവർക്കും തമ്മന്നാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ പൈൻ വുഡ് ഒക്കെ ആണെങ്കിൽ മട്ടാഞ്ചേരി. വേറെ എന്താണ് നമ്മൾ കാണിക്കാനുള്ളത്? മുകളിലാണല്ലേ. പിന്നെ ഇതൊക്കെ ഞാൻ ചെയ്യുന്ന ഇതൊരു മിറർ ഫ്രെയിമാണ്. പ്ലാസ്റ്റിക് പെയിന്റ് അടിച്ചിട്ടൊക്കെ ഇതൊരു ഇവന്റിന് വേണ്ടിയിട്ട് ഒരു മിറർ ചെയ്തതാണ്. വീട്ടിലേക്കുള്ള ഇപ്പം എന്താ സാധനങ്ങളൊക്കെ എല്ലാം ചേച്ചി ചെയ്ത സാധനങ്ങളാണ്. അതിന്റെ അകത്തൊക്കെ ക്രിസ്മസിനൊക്കെ വേണ്ടിയിട്ട് അല്ല എന്തിനും വെഡിങ്സിനൊക്കെ യൂസ് ചെയ്യുന്ന. പിന്നെ ഇങ്ങനത്തെ ഇത് പെയിന്റ്, ഇതൊരു ഡിസ്ട്രസ് ചോക്ക് പെയിന്റ് എന്ന് പറഞ്ഞ സാധനമാണ്. ഇത് പെയിന്റ് ചെയ്യുന്നതാണ്. സാധാരണ വുഡിന്റെ ഒരു കബോർഡ് ഞാനിങ്ങനെ പെയിന്റ് ചെയ്തെടുത്താണ്. ഇത് ഇതാണ് ഇതില്ലേ മാർബിൾ. പിന്നെ ഇങ്ങനെ ഫ്രെയിംസിലൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് ചെയ്യണം. പിന്നെ അത് കേക്ക് സ്റ്റാൻഡ്, 3 tier കേക്ക് സ്റ്റാൻഡ്, ക്രിസ്മസിന് വേണ്ടിയുള്ള കേക്ക് സ്റ്റാൻഡാണ്. പാടിപ്പോയി. ഇത് കബോർഡൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി, ഷോക്കേസ് ചെയ്യാൻ വേണ്ടി കുറെ തടികളെ തീർത്ത് നല്ല രസമുണ്ട്.
ഇത് കൺസോൾ ടേബിള്, ഈ കൺസോൾ ടേബിള് ഉണ്ടാക്കിയതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റാൻഡ്, ക്യാൻഡിൽ സ്റ്റാൻഡ്. ഇതോ? ആ, ഇത് വുഡാണ്. വുഡാണോ? സ്റ്റോൺ ഫിനിഷ് ആക്കിയതാണ്. അതെന്ത് ചെയ്ത് എങ്ങനെ ആക്കിയത്? അത് പിന്നെ കുറച്ച് ടെക്സ്ചർ പേസ്റ്റും അങ്ങനെ കളറും ഇതൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ആക്കി എടുക്കുന്നതാണ്. സ്റ്റോൺ അല്ല, ശരിക്കും കണ്ടുകഴിഞ്ഞാൽ കറക്റ്റ് കല്ലിൽ ഇങ്ങനെ തീർത്ത് വെച്ചേക്കുന്നത് പറയത്തേ ഇല്ല. മഹാഗണി വുഡാണ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. എത്രത്തോളം ഒക്കെ ചെയ്ത് വെക്കാൻ പറ്റും അല്ലേ? ഇത് തടിയോ? ഇത് കാണുമ്പോഴേ അറിയാം തടിയിൽ പെയിന്റ് ചെയ്താണ് അത്. ഇതൊക്കെ ഉണ്ടാക്കിയാണോ? അല്ല, ഇല്ല, അത് മേടിച്ചതാണ്. ഇതൊക്കെ ഇവിടെ വേസ്റ്റ് പീസുകളൊക്കെ വരുന്ന വെച്ചിട്ട് ചെയ്യണം. ഇതുപോലെ തന്നെ ഇത് നമ്മള് അക്വേറിയത്തില് സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്ന ഒരു അക്വേറിയം ഉണ്ടായിരുന്നു. ആ പൊട്ടിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന പീസാണ്. അപ്പൊ അത് ഞാൻ ഇതിന് ലെഗൊക്കെ വെച്ച് കൊടുത്ത് ഒരു ക്യാൻഡിലിന്റെ ഹോളൊക്കെ ഇട്ടിട്ട് രാത്രി ക്യാൻഡിൽ കത്തിച്ച് വെക്കുക. രാത്രി നല്ല രസം അത് കത്തിച്ച് വെച്ച് കാണുന്നു. ഒത്തിരി വസ്തുക്കളുണ്ടല്ലോ, വീട് നിറച്ച സാധനങ്ങൾ. അതെ, വീടിന് വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇതൊരു ഫ്ലവർ ബോക്സ്. ഇതുപോലെ തന്നെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് പേരൊക്കെ എഴുതി ഇതിലൊരു പെയിന്റ്, ഒരു ഡിസ്ട്രസ് ഫിനിഷ് പെയിന്റ് കൊടുക്കണമാണ്. ഇതും ഉണ്ടാക്കിയല്ലേ? ഇതും ചുമ്മാ ഒരു തടി ഇങ്ങനെ കിട്ടിയപ്പോൾ അതിന് ഹോളിട്ട് ഇങ്ങനെ ഹാങ്ങിയത്. ഇതും അതുപോലെ തന്നെ ഒത്തിരി സാധനങ്ങളുണ്ട് ചേച്ചി. വീട് നിറച്ച സാധനങ്ങൾ ഇങ്ങനെ മ്യൂസിയം പോലെ തോന്നുന്നുണ്ട്. ഇത് പഴയൊരു ചെയർ ഞാൻ പെയിന്റ് ചെയ്ത. ഇതൊക്കെ എന്റെ ഇൻസ്റ്റാ പേജിൽ വീഡിയോ ഉണ്ട്. ഇതൊക്കെ ഇപ്പൊ ക്രിസ്മസിന് വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവന്റിന് വേണ്ടിയിട്ട് വെക്കാനൊക്കെ ലാസ്റ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ പഴയ സാധനങ്ങള്, പഴയ ഒരു ബ്യൂട്ടി. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഡോറ് പഴയൊരു ഷൂറാക്കില്ലേ, അത് കളയാൻ വെച്ച സാധനം. അതിന്റെ ഡോറ് ഞാൻ എടുത്തു. എനിക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാനത് കളയാൻ എടുത്ത് വെച്ച് അത് ഞാൻ പെയിന്റ് ചെയ്ത് ഇങ്ങനെ ഒരു ഹോൾഡേക്കറാക്കി വെച്ചു. അതുപോലെ തന്നെ ഇത് കാണിച്ചതിന്റെ ഹാൻഡ് ബാഗ് ടൈപ്പിലുള്ള സാധനങ്ങളായിരുന്നു. നമുക്ക് ഫ്ലവറും നമുക്ക് ക്രിസ്മസിന് വേണ്ടിയിട്ട് ചെടിയും ഫ്ലവറൊക്കെ വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു മാനിൻ്റെ ഇതൊക്കെ ഇങ്ങനെ വരച്ച് വുഡിൽ കട്ട് ചെയ്തിട്ട് ഒരു റീത്ത് മാനിൻ്റെ ഇതുപോലെ ചെയ്യണതാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞങ്ങൾ അടുത്ത ഇവൻറ്റ് ഈ റെയിൻഡിയർ തീമാണ്. അപ്പം എല്ലാം മാനിൻ്റെ ഒരു ഇതാണ് ചെയ്തതെന്ന്. നല്ല രസമായിരിക്കും. പുള്ളിയ ഒരു കൊമ്പ് ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയാണ്. പിന്നെ ഇതൊക്കെ തേക്കിലുള്ള ഇവിടെ വീട് ചെയ്ത സമയത്തൊക്കെ ഞാൻ ചെയ്തപ്പോൾ പെയിൻ്റൊക്കെ ആയതാണ്. അപ്പം ഈ തേക്കിന്റെ കഷ്ണം ബാക്കി ഉണ്ടായിരുന്നതാ. അതിന് ഞാൻ ചുമ്മാ ഒരു ലോങ് ട്രേ പോലെ വീടിന്റെ പണിക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു തടി പോലെ പാഴാക്കാതെ എല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ടാണ് വീട്ടിലിങ്ങനെ ഡെക്കറേറ്റ് വെച്ചേക്കുന്നത്. പിന്നെ അങ്ങനെ അത് ആ ബെഞ്ച് ഉണ്ട്, ബ്ലൂ കളർ ബെഞ്ച്. അതൊക്കെ ഡിസ്ട്രസ് പെയിന്റ് ചെയ്താണ്. പെയിന്റ് ചെയ്ത ഒരു പഴയ ലുക്കിലേക്ക് ആക്കി എടുക്കണം. പിന്നെ എൻ്റെ കുറച്ച് ടെക്സ്ചർ ആർട്ടുണ്ട്, ടെക്സ്ചർ പെയിന്റിങ്സ് ഒക്കെ ചെയ്തു. അപ്പം ഇതൊരു അങ്ങനെ ചെയ്തതാണ്. ഇതിപ്പോൾ ഇത് ഒരു ചെയ്യാനുണ്ട്, ഗോൾഡ് അടിക്കാനുണ്ട്, അങ്ങനത്തെ വർക്കൊക്കെ ചെയ്യാറുണ്ട്. ഇത് വുഡല്ലേ? അല്ല, ഇത് നമ്മളൊരു ക്യാൻവാസ് ബോർഡാണ്. ക്യാൻവാസ് ബോർഡിൽ ഇപ്പോൾ എനിക്ക് ഒരു കസ്റ്റമറിൻ്റെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു, വലിയ ലീഫ് ചെയ്യാനായിട്ട്. അപ്പം അതിൻ്റെ ഒരു സാമ്പിൾ ചെയ്തതാണ്. ഇങ്ങനെ പണ്ട് ഇങ്ങനെ പടമൊക്കെ വരയ്ക്കാൻ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ? വരയ്ക്കും. ഞാൻ ഫാഷൻ ഡിസൈനിങ്ങും ഇതൊക്കെ വരയ്ക്കാം. അല്ലാണ്ട് ഇങ്ങനെ മരത്തിൻ്റെ ഒക്കെ ഇപ്പോഴും കുറച്ച് 5-6 വർഷം. യൂട്യൂബ് ആയിരിക്കും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ. അതെ, നമുക്ക് ചെയ്യാനുള്ള ഒരു ഇതൊക്കെ വന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു. പിന്നെ വാൾ ടെക്സ്ചർ പെയിന്റ് അങ്ങനത്തെയൊക്കെ ചെയ്യുന്നതൊക്കെ എല്ലാം ചേച്ചി ചെയ്ത പരിപാടികളാണ്. നല്ല രസമുണ്ട്. ഇത് ചേച്ചി ചെയ്താണോ? കേക്ക് സ്റ്റാൻഡ് ഈ ക്ലേയില് കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്യും. ഇത് ക്ലേ ആണല്ലേ? ക്ലേയിൽ ഉണ്ടാക്കിയതാ. കിളിയും കിളിക്കൂടും ഒരു ക്ലേ സ്റ്റാൻഡും. എന്റെ അടിയിൽ സിമെന്റ് ആണത്. സിമെന്റ് ആണല്ലേ? സിമെന്റിന്റെ ഇത് ചെയ്യാറുണ്ട്, ഓട്ടം ഇതൊക്കെ ചെയ്യാറുണ്ട്. ഓവറോളെല്ലാം ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടല്ലേ? വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് മൊത്തം. ഇതിപ്പോ കുറെ ഇപ്പൊ ഇന്റർവ്യൂ കഴിഞ്ഞില്ല, എല്ലാത്തിലും വന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ
പുതുതായിട്ട് കാണിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇതുവരെ കാണിക്കാത്ത സാധനങ്ങൾ എന്തെങ്കിലും? കാണിക്കാതെ ഇതൊക്കെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് തന്നെയാണ്. ഇപ്പം ബെഞ്ചും ഇങ്ങനത്തെ ചെയ്ത് തന്നെയാണ്. പിന്നെ ഇപ്പൊ ഉണ്ടാക്കുന്ന നമ്മളപ്പോ ഓർഡർ കൊടുക്കുമല്ലോ. ഇനി ചെയ്യണം. ഇനിയിപ്പോ ഞാൻ എന്റെ അടുത്ത ഇത് ടെക്സ്റ്റർ ആയിട്ട് ഈ ഫുൾ വോളില്ലേ, വോളില് ചെയ്യാനുള്ളത് അത് ചെയ്ത് അല്ല, അത് മറ്റേ വേറെ ഒരു ആർട്ടിസ്റ്റിന്റെ പെയിന്റിംഗ് ആണ്. അല്ലാണ്ട് ഈ മൊത്തം ഈ വോള് ഈ അറ്റം മുതൽ അറ്റം വരെ ഒരു വലിയൊരു ടെക്സ്റ്റർ ആർട്ട് കൊടുക്കാനുള്ള പരിപാടിയില്ല. അതൊരു വലിയ വർക്കായിരിക്കും. സാധാരണ മറ്റേ സ്കാഫോൾഡിംഗ് ഒക്കെ ഇട്ടിട്ട് കയറേണ്ടി വരും. അപ്പം അത് ഈ തിരക്കൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ചെയ്യാനുള്ള പ്ലാനിലാണ്. വീടിന്റെ മൊത്തത്തിലുള്ള ഇന്റീരിയർ വർക്ക് എല്ലാം എനിക്കൊന്ന് ചേച്ചിയാൻ തോന്നി. ഡെക്കേഴ്സ് എല്ലാം ചേച്ചി ചെയ്തേക്കുന്നത്. അപ്പൊ വീട്ടിലെ ഒരു ചെറിയ തടിക്കഷ്ണം പോലും വെറുതെ കളയാതെ എല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് യൂസ് ചെയ്യാന്നുള്ളതാണ്. കളയാൻ എനിക്കൊന്നും ഇഷ്ടമല്ല. അങ്ങനെ മീൻസ് അത് കളയാൻ വെച്ച സാധനത്തിൽ നിന്ന് നമുക്ക് ഒരു വേറൊരു ഉണ്ടാക്കാന്നുള്ളതാണ്. അതെ, ഷൂറാക്കിന്റെ ഡോർ വരെ എടുത്തോണ്ട് കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് കളയാൻ വേണ്ടി ഇങ്ങനെ ഒരു പൂപ്പിലൊടിച്ചിരിക്കാലോ. അപ്പൊ ഞാൻ വിചാരിച്ചത് കളയാനാണ്. അതിപ്പോ ഞാൻ വിചാരിച്ചാൽ അത്ര നിൽക്കൂലായിരിക്കും, കാരണം അതങ്ങനെ പോയി കിടക്കണം. പക്ഷെ അത് പെയിന്റ് ഒക്കെ ചെയ്തപ്പോ എത്ര കൊല്ലായി, എനിക്കൊന്ന് ഒരു 4-5 കൊല്ലായി അതിങ്ങനെ ഇരിക്കുന്നത്. ഒന്നും ആയിട്ടില്ല. അപ്പൊ ഇതാണ് നമ്മുടെ പിങ്കി ചേച്ചിയുടെ വീടിനകത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോ കണ്ടത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാലും ഇനി ചേച്ചി ഒത്തിരി പരീക്ഷണങ്ങൾ നടത്താനും ഒക്കെ ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ക്രിസ്മസ് പ്രമാണിച്ച് ഒട്ടനവധി വർക്കുകൾ, റെയിൻഡിയറിന്റെ കുറച്ച് വർക്കുകൾ ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വന്നപ്പം ഇവിടെ മുകളിൽ ഒരു കുറെ ഫോട്ടോസ് കണ്ടു. അത് ഈ സെന്ററിലെ ഫോട്ടോ ആണ് മനസ്സിലാക്കി ചേച്ചിയാണ്. അപ്പം ചേച്ചി കളരി പഠിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ? അതെ, കളരി പഠിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കളരി. കാരണം എന്റെ നാട് വടകരയാണ്, കോഴിക്കോട്. അതായത് തച്ചോളി, അത് എന്റെയൊക്കെ നാട്. അപ്പൊ അതെന്തോ മനസ്സിലിങ്ങനെ ഉണ്ട് കളരിന്റെ ഒരു ഇത്. അപ്പൊ CVN കളരി ഇവിടെ കൊച്ചിയിൽ വന്ന സമയത്ത് അവര് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അങ്ങനെ കളരി പഠിച്ച് പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. ഡാൻസ് ചെറുതലേ സ്കൂൾ പഠിക്കുമ്പോൾ മുതലേ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചാണ്. അത് എന്റെ കല്യാണം കഴിഞ്ഞിട്ടും പഠിച്ചു. മോളും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പെർഫോം ചെയ്തിട്ടുണ്ട്. പ്രോഗ്രാംസിനൊക്കെ പോകുന്നുണ്ട്. ഇപ്പൊ അവളിപ്പം ബോംബെയില് BBA പഠിക്കുകയാണ്. ഇപ്പം കുറച്ചതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കുകയാണ്. മോളുടെ കൂട്ടത്തില് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം റീൽസിന്റെ ഒക്കെ ഒരു കാലമാണല്ലോ. കൂട്ടത്തിൽ ഡാൻസ് ഒക്കെ ചെയ്യാറുണ്ട്? ഇല്ല, അങ്ങനത്തെ ഇതിൽ പോയില്ല കേട്ടോ. ഞാൻ എന്റെ വർക്കായിട്ട് ഇങ്ങനെയുള്ള ഇതേ ഉള്ളൂ. പിന്നെ വേറെ ചേച്ചി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് മോള് മോഡൽ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. വീഡിയോസ് ചെയ്യാറുണ്ടല്ലേ? അത് ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ചേച്ചി തടിയിൽ മാത്രമല്ല, മൊത്തത്തിലൊരു സകല കല വല്ല കളരി അറിയാം, ഡാൻസ് അറിയാം, സ്റ്റിച്ചിങ് അറിയാം, പെയിന്റിങ് അറിയാം, എല്ലാം അറിയാം. അതാണ് പിങ്കി ചേച്ചി. ഇപ്പൊ ഈ ചേച്ചി ഇങ്ങനെ ഒരു പണി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ തടിയിൽ ഇങ്ങനെ പരിപാടി ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് പല ആൾക്കാരും വരുന്നില്ലേ? ഈ കസ്റ്റമേഴ്സ് ആണെങ്കിലും അങ്ങനെ അറിഞ്ഞു വരുന്നതായിരിക്കും. എല്ലാവരും ഈ അധികം ഇപ്പൊ വരുന്നത് ഈ ന്യൂസ് വാല്യൂ കണ്ടിട്ട്, വീഡിയോ ഇതൊക്കെ കണ്ടിട്ടാണ്, ഇൻസ്റ്റാ പേജും. അപ്പൊ ആദ്യത്തെ ആ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ ഇപ്പൊ ഈ സ്റ്റേജിലെത്തി നിൽക്കുകയാണ്. ഇപ്പൊ പുതിയ സംരംഭമൊക്കെ തുടങ്ങി. എന്താ ചേച്ചിക്ക് തോന്നുന്നത്? ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല ഒരു ബിസിനസ് ഇതാകുന്നത്. അങ്ങനത്തെ രീതിയിലേ അല്ല ഞാനിത് പഠിച്ചതും ചെയ്തതും. വീട്ടിലേക്ക് പിന്നെ എൻ്റെ ഒരു സന്തോഷം, അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്തത്. അല്ലാണ്ട് ഇതൊരു ബിസിനസ് ഇങ്ങനെ ഒരു ഇത് പോകുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യമാണ്. അതിപ്പം ഇത് ദൈവാനുഗ്രഹം കൊണ്ട് ഇവിടെ വരെ ഇങ്ങനെ എത്തിയിരിക്കുന്നു. ഭയങ്കര സന്തോഷം. അത് മാത്രല്ല, ഇങ്ങനെ ഒരു ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് എല്ലാരും സപ്പോർട്ട് ചെയ്യണം. അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇത്രയും ആൾക്കാർ നമുക്ക് ഭയങ്കര സപ്പോർട്ടായിട്ടും പ്രൗഡായിട്ടും പറയുമ്പോൾ ഭയങ്കര സന്തോഷം. ഇപ്പം വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആളുകൾക്കാണേലും സ്ത്രീകൾക്കാണേലും ഇപ്പൊ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാനുള്ളൊരു പ്രചോദനം. അതാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് പേർക്ക് ഇത് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ ഇത് വന്നിട്ട് ഒരുപാട് ലേഡീസ് എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണത് പഠിക്കുക, ക്ലാസ് എടുക്കുന്നുണ്ടോ, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ ക്ലാസ് ഇങ്ങനെ ഒരു ഇത് എടുക്കാനുള്ളൊരു ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ അവർക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ ഫോണിൽ കൂടെ എന്താന്ന് വെച്ചാൽ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വരുന്നവർക്കാണെങ്കിൽ വന്ന് കാണാം ഒക്കെ ഉള്ളതുണ്ട്. പക്ഷെ ഒരുപാട് ലേഡീസിന് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നത്. എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരെ കൂട്ടിയിട്ട് ഗ്രൂപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് ഒക്കെ പോലെ അറേഞ്ച് അതെ ഭാവിയിൽ അത് ചെയ്യണം. എന്തെങ്കിലും അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ചെയ്തു കൊടുക്കണം എന്നുണ്ട്. ഒന്നുകൂടെ ഈ ഒരു പരിപാടി അല്ലെങ്കിൽ ഒരു ഈ ഒരു പരിപാടി ഇച്ചിരി കൂടെ വളരും, കുറച്ചുകൂടെ ആൾക്കാരെയൊക്കെ ആകുമ്പോഴേ ഒരു ബ്രാൻഡ് നെയിം ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ ഇതിനൊരു പേരിട്ടുണ്ടോ ചേച്ചി?
എന്റെ സ്ഥാപനത്തിന്റെ പേര് പിങ്കട്ട് എന്നാണ്. പിങ്കട്ട് എന്നാണ് പേജും ഇൻസ്റ്റാ പേജൊക്കെ പിങ്കട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ പിങ്കി ചേച്ചിയുടെ വിശേഷങ്ങൾ. അപ്പൊ നമ്മള് കണ്ടു ചേച്ചിയുടെ ക്രിസ്മസിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള തടിയില് ക്രിസ്മസിന് റെയിൻഡിയറിനെ ഒക്കെ തീർത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ ചേച്ചി ഒത്തിരി വർക്കുകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ചേച്ചി പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയൊക്കെ ചേച്ചി ആക്റ്റീവാണ്. എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ പുതിയൊരു സംരംഭം തുടങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ചേച്ചിക്ക് എല്ലാവിധ ആശംസകൾ നേരുവാണ്. മുന്നോട്ട് നല്ല രീതിയിൽ പോട്ടെ. പറഞ്ഞ പോലെ ഇനിയും ഒട്ടനവധി സ്ത്രീകൾക്ക് പ്രചോദനമായി അവർക്കൊരു ഓൺലൈൻ ക്ലാസ് ഒക്കെ കൊടുത്ത് ഈ ഒരു സംരംഭം മുന്നോട്ട് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു. ക്യാമറമാൻ അമലിനോടൊപ്പം കൃഷ്ണപ്രിയ, കേരള ടോക്സ്.